Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കൂ. അതായത് നിങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ ഒന്ന് ചെക്ക് ചെയ്യൂ. ചിലപ്പോ അത് കള്ളനോട്ടായിരിക്കും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തകൾ എന്തെന്നാൽ കുറെ കള്ളനോട്ടുകൾ നമ്മുടെ വേദ സിറ്റിയിൽ തന്നെയാണ് നിർമ്മിക്കുന്നതെന്ന്. എന്നിട്ട് ഇവിടെ സാറേ എല്ലാ സ്ഥലത്തും കള്ളനോട്ട് എത്തിയിരിക്കുന്നെന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ചെയ്യ് സാറേ. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ കള്ളനോട്ടുകളോ? സക്കാറാം, വെറുതെ അല്ല ലഡ്ഡു സിംഗിന്റെ പേര് ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ നല്ല നോട്ടുകൾ തന്നെ ചെലവാക്കാൻ ആൾക്കാർ പേടിക്കുന്നു. അതായത് ലഡ്ഡു സിംഗ് വരുമോ എന്ന്. അങ്ങനെ ഉള്ളപ്പോഴാണോ നിങ്ങൾ ഈ കള്ളനോട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നത്? ഇതാ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾക്ക് 100 രൂപ. ലഡ്ഡു സിംഗ് സാറേ, എന്റെ അടുത്ത് ഇത്രയും നേരം എന്തൊരു വാചകോടിയായിരുന്നു. എന്റെ പരിധിയിൽ കള്ളനോട്ടുണ്ടാവില്ല, എന്റെ പേര് ലഡ്ഡു സിംഗ് എന്നാണ്. അപ്പൊ ഇത് കള്ളനോട്ടല്ലേ സാറേ? എന്താ ഇൻസ്പെക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? എന്ത് താൻ എന്താ ഈ പറഞ്ഞത്? നോക്കട്ടെ. ഓ, എന്റെ അടുത്തും കള്ളനോട്ടോ? ഞാൻ വിടില്ല. അവന്മാരൊന്നും ഞാൻ വെറുതെ വിടില്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും തടസ്സപ്പെടുത്ത്. പെട്ടെന്ന് ആവട്ടെ. വേഗം നോക്കി നിൽക്കല്ലേ. എന്റെ പരിധിയിൽ കള്ളനോട്ടോ? ഞാനുള്ള പരിധിയിൽ ഒരു പരുന്ത് പറക്കാൻ പേടിക്കുന്ന നേരത്ത് നിങ്ങളൊക്കെ കള്ളപ്പണായിട്ട് കറങ്ങി ചുറ്റി നടക്കുകയാണല്ലേ? വണ്ടിയുടെ ഓരോ ഭാഗവും ചെക്ക് ചെയ്യണം. എഞ്ചിൻ, സൈലൻസർ, സീറ്റ്, ബോണറ്റ്. എന്റെ ലഡ്ഡു സിംഗ് സാറേ, എല്ലാം നശിപ്പിച്ചല്ലോ. ഒരു വണ്ടി ചെക്ക് ചെയ്യാതെ വിടാൻ പറ്റില്ല. അല്ല, ഈ ഡോർ ഒന്ന് തുറന്നേ. വേഗം വേഗം ആവട്ടെ. ഡിക്കിയൊന്ന് തുറന്ന് കാണിക്കേ. ഇൻസ്പെക്ടർ സാറ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഒരു കുഴപ്പമില്ല. എന്റെ ട്രക്കില് മുഴുവനും ഐസ് കട്ടകളാ സാറേ. എനിക്ക് പെട്ടെന്ന് പോണം, അല്ലെങ്കിൽ ഐസ് കട്ടകളൊക്കെ അലിഞ്ഞു പോകും. ആരെയും അങ്ങനെ പെട്ടെന്ന് പോവാൻ ഞാൻ അനുവദിക്കില്ല, കേട്ടല്ലോ? പെടലാം. വേഗം ചെന്ന് ഐസ് മുഴുവനും പൊട്ടിച്ചകത്തെന്താണെന്ന് നോക്ക്. ഓക്കേ സാർ. എന്നാ അങ്ങനെ ആവട്ടെ സാറേ. സാറ് പോകേണ്ടത് പറഞ്ഞാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബോസേ, ആ ഇൻസ്പെക്ടർ വിടുന്ന ലക്ഷണമില്ല. ഐസ് പൊട്ടിച്ച് നോക്കണമെന്നൊക്കെ അയാള് പറയുന്നേ. ഇനി എന്താ ചെയ്യാ? വിഷമിക്കാതെ ഞാൻ എങ്ങനെങ്കിലും ആ ഇൻസ്പെക്ടറിന്റെ ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് നിങ്ങൾ ആ ഗ്യാപ്പിൽ കൂടെ രക്ഷപ്പെട്ടോളൂ. പേടാറാം, ആ പോയത് ആരാണ്? സാറേ, ശരിക്കും ആ പോയ ആളായിരിക്കും കള്ളനോട്ടടിക്കുന്ന ആള്. ചെക്കിങ് പേടിച്ചിട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞതായിരിക്കും. ശിവ, എന്താണ് കുട്ടി? മാറി നിൽക്കും എന്റെ വഴിന്ന്. എനിക്ക് ലേറ്റ് ആകുകയാണ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ ശിവ എന്നാണ് എന്റെ പേര്. എന്റെ പേരിന്റെ പുറത്തെനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കൂ. ലഡ്ഡു സിംഗ് സാർ ഇവിടെ എത്തുന്നവരെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. ആരാണ് എന്നെ തടയാൻ പോകുന്നത്? നീയോ? അത് ഞാൻ തയ്യാറല്ലായിരുന്നു. ഇപ്പൊ വാ. യു വാണ്ട് ടു ഫൈറ്റ് വിത്ത് മീ? അടിക്കന്നെ. ശിവ, നിനക്ക് എന്താ സംഭവിച്ചത്? ഒരു കുഴപ്പമില്ല. അയാൾ എന്റെ കണ്ണില് കുറച്ച് മണ്ണ് വാരി എറിഞ്ഞു. അയാളുടെ കാർ ഇവിടെ വിട്ടിട്ട് അയാൾ ഓടിക്കളഞ്ഞു. ശിവ, ചിലപ്പോ അവനെങ്ങാണ് ഈ കാറിനകത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിലോ? എവിടെയാണ് എവിടെയാണ്? താഴെയുണ്ടോ അതോ മുകളിലാണോ? എവിടെയാണ്? പുറത്തേക്ക് വാ. ഐ, ലഡ്ഡു സിംഗ് സാറേ, ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല പൊക്കമുള്ള ആളായിരുന്നു അത്. എന്താ പറഞ്ഞ? പൊക്കള ആളാണെന്നോ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ശിവ. ഇനി അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. സാറേ എന്താണ്? ഈ മനുഷ്യന്റെ മോന്ത എവിടെയാണാവോ? പേടാറാം, ഈ മനുഷ്യന്റെ മോന്ത ഏത് ഫ്ലോറിലാണ്? അത് ശരി, മോളിലാണോ? മോളില്. അല്ല, ഇത്രയും പൊക്കമുള്ള സ്ഥിതിക്ക് ശരിക്കും ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ഓക്കേ. അല്ല, അപ്പൊ നീയാണോ? ശരി ശരി, ഒരു കുഴപ്പമില്ല. നീയാണ് അവിടെ കള്ളനോട്ടുകൾ അച്ചടിക്കുന്ന ആള്? ലഡ്ഡു സിംഗ് സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ മാർക്കറ്റിൽ ഒരു ചെറിയ തുണിക്കട വെച്ച് ജീവിച്ചു പോകുന്നു. അപ്പൊ താനോ? എന്താ എന്നെ കാണുമ്പോ ഒരു കള്ള ലക്ഷണം? പറ, എല്ലാ കള്ളനോട്ടുകളും എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ? ലഡ്ഡു സിംഗ് സാറേ, നമുക്ക് ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് വരെ നമ്മുടെ അടുത്ത് ആരുടെയും പണമില്ല. കള്ളനോട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോളണം. കള്ളനോട്ട് ഉണ്ടാക്കുന്ന ഗാങ്ങിന്റെ കൂടെ ഉള്ളവൻ ഈ വശത്തേക്ക് മാറി നിക്ക്. വേഗം ആവട്ടെ. തുറന്ന് പറയുകയാണെങ്കിൽ ജീവപര്യന്തം മാത്രമേ കിട്ടുള്ളൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോണ ശിക്ഷ എന്താണെന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. മനസ്സിലായ? ലഡ്ഡു സിംഗ് സാറേ, ജീവപര്യന്തം കഴിഞ്ഞാ പിന്നെ ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ? ഞങ്ങൾ എല്ലാവരും സത്യസന്ധരാ. പ്ലീസ് പോകാൻ അനുവദിക്കണം. എവിടെയാണ് ആ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്? ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ ഭർത്താക്കന്മാരെ എന്തിനു പിടിച്ചു? അല്ല, ഈ ലഡ്ഡു സിംഗ് സാറിനെ കൊണ്ട് ശരിക്കുള്ള കുറ്റവാളികളെ പിടിക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നോ? വെറുതെ വിടരുത്. അതെ, പോലീസിനെ തല്ലുന്നത് നിയമവിരുദ്ധമാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമല്ല ചെയ്തത്. ആരെങ്കിലും രക്ഷിക്കലേ. ഒന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. ആ പൊക്കമുള്ള ആളിന്റെ കാറിന്റെ അകത്ത് തെറ്റായത് ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെന്തിനായിരിക്കും അയാൾ ഓടിയത്? ശിവ, അയാൾ വലിയൊരു കാര്യം ചെയ്തിട്ട് ലഡ്ഡു സിംഗ് സാറിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. ഒരു വഴിക്ക് ലഡ്ഡു സിംഗ് സാറിനെ പറ്റിച്ചിട്ട് മറ്റൊരു വഴിക്ക് പണം കടത്തിട്ടുണ്ടാവും. ശരിയാണ് രവ, അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ലഡ്ഡു സിംഗ് സാറേ, വണ്ടികൾ ചെക്ക് ചെയ്തപ്പോ എന്തെങ്കിലും പ്രധാന ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? പ്രധാന ഇൻസിഡന്റോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശിവ. സാറേ, ഉണ്ടായല്ലോ സാറേ. ഐസ് നിറച്ചൊരു ട്രക്ക് വന്നില്ലേ, എന്നിട്ട് വേഗം പോണെന്ന് ആവശ്യപ്പെട്ടില്ലേ? അത് മറന്നോ? ലഡ്ഡു സിംഗ് സാറേ, ആ പൊക്കമുള്ള മനുഷ്യനും ഐസ് ഫാക്ടറിയുടെ അടുത്ത് വെച്ചാണ് കാണാതായത്. എനിക്ക് ഉറപ്പായി ഐസിന്റെ അകത്ത് നോട്ട് വെച്ചാണ് ഇവര് കള്ളക്കടത്ത് ചെയ്യുന്നത്. ലഡ്ഡു സിംഗ് സാർ, അടുത്ത തവണ ഐസ് ട്രക്ക് വരുമ്പോൾ തീർച്ചയായും ചെക്ക് ചെയ്യാതെ വിടരുത്. ഓക്കെ ശിവ. ഇൻസ്പെക്ടർ സാറേ,
എന്റെ ട്രക്കില് മുഴുവൻ ഐസ് കട്ടകളാണെന്നേ. അതിൽ നിന്നൊന്നും കിട്ടില്ല. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കേ. എന്ത് പോകണമെന്നോ? നീ എന്താ വലിയ മഹാരാജാവാണോ? നിന്റെ വാക്ക് ഞാൻ അനുസരിക്കാൻ? വേടാരാം, ഐസ് ട്രക്ക് മുഴുവനും നന്നായിട്ട് പരിശോധിക്ക്. അതിന്ന് നമുക്ക് എന്തായാലും കിട്ടാതെ ഇരിക്കില്ല. ഇറങ്ങ്, ഒരു അക്ഷരം മിണ്ടാതെ മര്യാദക്ക് താഴെ ഇറങ്ങ് വേഗം. ഓ ഓ സോറി ഇൻസ്പെക്ടർ സാറേ, എന്നെ ഇപ്പൊ മുതലാളി വിളിച്ചിരുന്നു. എനിക്ക് ഉടനെ ഡെലിവറി ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പണം കിട്ടത്തില്ല സാറേ. ഓടി, അവന്മാര് ഓടിക്കളഞ്ഞു. ശിവ, നിന്നോടാരാ വണ്ടിയുടെ മേലിൽ കയറാൻ പറഞ്ഞ? മര്യാദക്ക് താഴെ ഇറങ്ങ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിന്റെ അടവൊന്നും പോലീസിനടുത്ത് ചെലവാവില്ല. പോലീസിനെ കണ്ണു വെട്ടിച്ച് ഓടിക്കളയാൻ നോക്കിയല്ലേ? അത് കൊള്ളാം. വേടാറാം, എല്ലാ ഐസ് കട്ടയും ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യേ. വേണ്ടി വന്ന എല്ലാം അങ്ങ് പൊട്ടിച്ചിട്ടേക്ക്, കുഴപ്പമില്ല. ലഡ്ഡു സിംഗ് സാറേ, ഐസ് കട്ടകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 പൈസ പോലും കിട്ടില്ല സാറേ. അങ്ങനെ ചെയ്യരുത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അതില്ലാണ്ടാക്കല്ലേ സാറേ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമോ അതോ കള്ളനോട്ട് അടിച്ചുണ്ടാക്കുന്നതോ? സത്യം പറഞ്ഞോ, കള്ളനോട്ട് നീ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ? പോലീസിന്റെ കണ്ണില് പൊടിയിടാൻ നീ ഒന്നും ശ്രമിക്കരുതേ. നീ അത്രയ്ക്ക് നല്ലവരാണെങ്കിൽ ചെക്കിംഗ് പറഞ്ഞപ്പോ നീ എന്താ ഓടിയത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ് എന്തുമാത്രം സമയം എന്റെ പോയത്. എനിക്ക് കറക്റ്റ് സമയത്ത് ഐസ് കട്ടകൾ എത്തിക്കണം. ഒരുപാട് സമയം ചെക്കിംഗ് ആണെന്ന് പറഞ്ഞു നിന്ന് ഐസ് കട്ടകളൊക്കെ അലിച്ച് വെള്ളമാകും. എന്റെ ശമ്പളത്തിൽ നിന്നായിരിക്കും അത് മുഴുവൻ അവർ പിടിക്കുന്നത്. ലഡ്ഡു സിംഗ് സാറേ, ഇയാൾ പറയുന്നത് സത്യമായിരിക്കാം. ഈ ട്രക്ക് ഇങ്ങനെ നിന്നത് കൊണ്ട് ശരിക്കുള്ള കള്ളപ്പണമായിട്ട് മറ്റൊരു ട്രക്ക് ഇവിടുന്ന് പോയി കാണും. ഓഹോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ശിവ? ഇങ്ങനെ നമ്മൾ എന്നും ചെക്കിംഗ് ചെയ്തോണ്ടിരിക്കും, നമ്മുടെ കയ്യിലൊന്നും തടയുകയില്ല. ഐസും കള്ളപ്പണവുമായിട്ട് എന്തൊരു കണക്ഷൻ ഉണ്ടല്ലോ. ആ പൊക്കമുള്ള മനുഷ്യനും അന്ന് ഐസ് ഫാക്ടറിയുടെ അടുത്ത് വെച്ചാണ് കാണാതായത്. നമുക്ക് എല്ലാവർക്കും ഐസ് ഫാക്ടറിയിലേക്ക് ചെന്ന് ഒന്ന് ചെക്ക് ചെയ്താലോ? ശിവ മതി, ഇനി എല്ലാ രഹസ്യങ്ങളും ആ ഐസ് ഫാക്ടറിയിൽ നിന്നാവും തുടങ്ങുക. ഞാൻ ഒറ്റയ്ക്ക് ഐസ് ഫാക്ടറിയിലേക്ക് പോയി അവിടുത്തെ രഹസ്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നീ കണ്ടോ? ശരി ശരി, ഇന്നെല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ സാറേ. ഇന്നത്തെ ജോലിയൊക്കെ തീർന്നിരിക്കുന്നു. വരൂ, എല്ലാരോടും ബോസ് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. ഓഹോ, കൊള്ളാം. ഇവരെ നോട്ടൊക്കെ സീൽ ചെയ്ത് വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാണ്.
ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അല്ലേ അത്? കുറെ നേരമായി നമ്മുടെ പുറകെ വന്നവനവൻ. എന്തായാലും ഇയാള് കുടുങ്ങിയത് നന്നായി. നമ്മൾ എങ്ങനെയാ അകത്ത് കടക്കാ? ഫാക്ടറിയുടെ ഷട്ടർ പൂട്ടിയിരിക്കുകയാണല്ലോ. അകത്ത് കടക്കാൻ പ്രത്യേകമായ ഒരു വാതിൽ തീർച്ചയായിട്ടും ഇവിടെ കാണാതിരിക്കില്ല. അതായത് അയാൾ എന്റെ മുഖത്ത് മണ്ണെറിഞ്ഞിട്ട് ഓടിയ സമയത്ത് അയാളെ കാണാതായത് ഈ ഭാഗത്ത് വെച്ചാണ്. കുറെ ദൂരം ഓടിയിരുന്നെങ്കിൽ അന്ന് എനിക്ക് തീർച്ചയായിട്ടും അയാളെ കാണാമായിരുന്നു. അന്നും ഇതുപോലെ ഈ ഐസ് ഫാക്ടറിയുടെ ഷട്ടർ താഴെയായിരുന്നു. ഞാൻ ദൂരെ നിന്ന് തന്നെ അത് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ചിലപ്പോ വിശ്വാസമില്ലായിരിക്കാം. ഒരു തവണ എന്റെ ഗ്രാമത്തിൽ പഴയ ഒരു ബംഗ്ലാവില് ഞാൻ നിധി അന്വേഷിക്കാനായി കൂട്ടുകാരോടൊപ്പം പോയി. 1000 വർഷമുള്ള പഴയ ബംഗ്ലാവിന്റെ വാതിലൊക്കെ അടഞ്ഞാ കിടന്നേ. ആർക്കും മനസ്സിലായില്ല ഈ കൊട്ടാരത്തിനകത്ത് കടക്കണമെങ്കിൽ എങ്ങനെ പോണോന്ന്. അപ്പോഴാണ് എനിക്ക് ആ വാതിലിന്റെ മുമ്പില് ഒരു പ്രതിമ കണ്ടത്. ആ പ്രതിമയിൽ ഞാൻ കൈവച്ച് ഒന്നിങ്ങനെ തിരിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസാവില്ല. താങ്ക് യു. ഞാൻ ചെറുതു മുതലേ വലിയ ജീനിയസ് ആണ് കേട്ടോ. പക്ഷെ ഒരിക്കലും അതോർത്ത് ഞാൻ ഇതുവരെ അഹങ്കരിച്ചിട്ടേ ഇല്ല. പെട്ടെന്നാവട്ടെ, ശ്വാസം മുട്ടുന്നു. പെട്ടെന്ന് പുറത്താക്കിയാക്ക്. വേഗാവട്ടെ, എന്നെ ലഡ്ഡു സിംഗിനെ പിന്തുടർന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയല്ലേ? ഇൻസ്പെക്ടർ ഐസ് കെട്ടിയായി. അയാൾ അവിടെ തന്നെ കിടന്നോട്ടെ. കുട്ടി, മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരൂ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. വെൽഡൻ ശിവ, നീ അവരെ കൈകാര്യം ചെയ്യ്. രേവ, ആദി, ഊടി, നിങ്ങൾ വന്ന ഈ ഐസ് കട്ട പൊട്ടിക്ക്. താങ്ക് യു ശിവ. എന്താ നടക്കണ ഇവിടെ? എന്റെ പ്ലാൻ എല്ലാം തകർത്തുകളയാണല്ലോ. ശിവ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ശിവ, എന്നെ രക്ഷിക്കേ. Watch India's largest kids library only on Jio Hotstar. Download the app now.